ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബുദ്ധി? എന്തിന്റെ കുഴപ്പം ഇത്? ഹലോ, 2025 എന്ന് പറയുന്ന വർഷം സ്പോർട്സ് വിജയിക്കുന്നു എന്നാണ് എല്ലാവരും വിശകലനം ചെയ്തത്. അതായത് സ്പോർട്സിൽ എവിടെയും കപ്പ് കിട്ടാത്ത പലരും കപ്പുകൾ അടിക്കുന്നു. 2025 നമുക്ക് അവസാന പ്രതീക്ഷയിൽ നിന്നാണ് സൂപ്പർ കപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഫത്തോഡയിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നാട്ടിൽ നിന്നും ഗോവയിലേക്ക് വണ്ടി കയറിയത്. വിത്ത് മുട്ട, അങ്ങനെ കൂടോത്ര മുട്ടയുമൊക്കെ ആയി നമ്മൾ കുഴിച്ചിട്ട് പ്രതീക്ഷകളുമായി സ്റ്റേഡിയത്തിനകത്ത് കയറുന്നു. പക്ഷേ ഈസി ആയിട്ടൊരു സമനില പിടിച്ചാൽ പോലും ജയിക്കാൻ പറ്റുന്നൊരു മത്സരം എത്ര അതിവിദഗ്ധമായി നശിപ്പിക്കാം എന്ന് കാണിച്ചു തന്ന കിടിലൻ ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, പിന്നെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പുത്തരി അല്ലാത്തത് കൊണ്ടും ഇത് ഇങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ എപ്പോഴും വരുന്നത് കൊണ്ടും അത് നമുക്കിങ്ങനെ തള്ളിക്കളയാം. മാച്ചിന് റിവ്യൂ ആയിട്ട് വീഡിയോ പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല, അങ്ങനെ അത്രയ്ക്കൊന്നും പറയാനുമില്ല. സോ ബേസിക്കലി മത്സരം ആരംഭിച്ച് അവസാന നിമിഷം വരെയും നമ്മൾ ഒരുമാതിരി ഡിഫെൻസീവ് ഗെയിമാണ്. അതായത് ഫസ്റ്റ് ഫോൾട്ട് വരുന്നത് മുഴുവൻ വിദേശ താരങ്ങളെയും ആദ്യ ലെവലിൽ തന്നെ ഇറക്കിയിട്ട് നമ്മൾ ഡിഫെൻസീവ് ഗെയിം കളിച്ചു. അതെന്തിനാണെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. എന്തായാലും തുടക്കത്തിൽ കുറച്ച് അറ്റാക്കുകളൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിയെങ്കിലും പിന്നെ 45-ാം മിനിറ്റിൽ സന്ദീപ് സിംഗിൻ്റെ ചെറിയ ചില കലാവിരുതുകൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അടിതെറ്റുന്ന ഒരവസ്ഥയായിരുന്നു. എന്തായാലും രണ്ടാമത്തെ യെല്ലോ കാർഡ് ഒരു ആവശ്യമില്ലാതെയാണ് നമ്മൾ വാങ്ങിക്കൂട്ടിയത്. പക്ഷേ അടുത്ത 45 മിനിറ്റ് 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാക്സിമം പിടിച്ചു നിന്നു. കാറ്റ്ലിയുടെ പല തന്ത്രങ്ങളിൽ, അതായത് നവോച്ചയെ മിഡ്ഫീൽഡായിട്ടൊക്കെ കളിപ്പിച്ചു. പക്ഷെ അതൊക്കെ ഗുഡായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ അവസാന നിമിഷം കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് ഗെയിം കളിച്ചൊരു സെൽഫ് ഗോൾ വഴങ്ങി. അത് ഫ്രെഡിയുടെ ഭാഗത്തു നിന്നുള്ളൊരു എറർ. സെൽഫ് ഗോൾ വഴങ്ങി ബ്ലാസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ആ ഒരു സീനിലേക്ക് എത്തുകയാണ് സംഭവിച്ചത്. കൂടുതലായിട്ടൊന്നും ഈ ഒരു മത്സരത്തെ പറ്റി പറയാനില്ല. അങ്ങനെ നമ്മൾ സൂപ്പർ കപ്പിൽ ഹെഡ് ടു ഹെഡ് നോക്കിയിട്ട് പരാജയപ്പെട്ട് പുറത്താകുകയാണ്. ഇനിയുള്ളത് ISL ആണ്. ISL എപ്പോൾ തുടങ്ങുമെന്നോ എങ്ങനെ തുടങ്ങുമെന്നൊന്നും ആർക്കും ഒരു ധാരണയില്ല. എന്തായാലും ഈ ഒരു മത്സരത്തിൻ്റെ റിവ്യൂ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെയും എനിക്കും ബോറടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴെങ്കിലും ഈ ഒരു ചാനലിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി കമൻസുകളൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കമൻറ്റുകളിട്ട് നിങ്ങൾക്ക് നിറയ്ക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും ബൈ.